എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ഈയിടെ വായിച്ച ഒരു പുസ്തകമാണ്. വളരെ ചെറിയ ഒരു പുസ്തകമാണ്, എങ്കിലും അതിനകത്തെ കണ്ടന്റ് എന്നെ വല്ലാതെ ആകർഷിച്ചു. ഞാനത് 2-3 ദിവസം കൊണ്ട് വായിച്ചു തീർത്തു. തീക്ഷ്ണതയോടെ വായിച്ചു തീർത്തു. പണ്ട് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന പുസ്തകം വായിച്ചതുപോലെ അതേ തീക്ഷ്ണതയോടെ വായിച്ചു തീർത്ത ഒരു പുസ്തകമാണിത്. 142 പേജേ ഉള്ളൂ. പുസ്തകത്തിൻ്റെ പേര് ഞാൻ നുജൂദ്, വയസ്സ് 10, വിവാഹമോചിത. നുജൂദ് അലി, ഡെൽഫിൻ മിനോയിയാണ് എഴുതിയത്. മനക്കരുത്തിൻ്റെ, ആത്മധൈര്യത്തിൻ്റെ അന്താരാഷ്ട്ര ബിംബമാണ് ഈ കുട്ടി. ഐ ആം നുജൂദ്, ഏജ് 10 ആൻഡ് ഡിവോഴ്സ്ഡ്. നുജൂദ് അലി വിത്ത് ഡെൽഫിൻ മിനോയ്. ഈ വയസ്സ് 10-നുള്ളിൽ വിവാഹമോചിതയാണ് എന്നതാണ്. എന്താണ് ആ കുട്ടിയെ ഈ 10 വയസ്സിനുള്ളിൽ വിവാഹം കഴിക്കാനും വിവാഹമോചിതയാകാനും ഒക്കെ പ്രേരിപ്പിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് ഞാൻ ഈ പുസ്തകം 2-3 സമയമുണ്ടെങ്കിൽ ഒറ്റയിരിപ്പിന് നമുക്കിത് ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കാൻ തോന്നും. അങ്ങനെ ഓരോ സംഭവങ്ങളും വളരെ ഉദ്വേഗജനകമായ വിധത്തിൽ വായനക്കാരിൽ ആകാംക്ഷ, അനുനിമിഷം ഓരോ നിമിഷവും ആകാംക്ഷ ജനിപ്പിക്കത്തക്ക വിധത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ രചന. വളരെ ചെറുപ്രായത്തിൽ വിവാഹിതയാവുകയും 10-ാം വയസ്സിൽ വിവാഹമോചിതയാവുകയും ചെയ്ത യമനിലെ നുജൂദ് അലിയുടെ ജീവിത കഥയാണ് ഈ പുസ്തകം. സ്വന്തം ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ അനുഭവങ്ങൾ ലോകത്തോടും നിയമത്തോടും വിളിച്ചു പറഞ്ഞ ധൈര്യശാലിയായ പെൺകുട്ടിയുടെ പൊള്ളുന്ന അതിജീവനത്തിൻ്റെ അകംപൊരുളുകളാണ് ഈ പുസ്തകം. ഇതിൻ്റെ പരിഭാഷ നടത്തിയിട്ടുള്ളത് രമാ മേനോനാണ്. ശക്തമായൊരു പുത്തൻ ജീവചരിത്രം. ഇതിനേക്കാൾ ചെറിയ പ്രായത്തിൽ നുജൂദ് അലി എന്ന ഒരു കൊച്ചു പെണ്ണിൻ്റെ വിവാഹമോചനത്തെക്കാൾ ധീരമായ മറ്റൊന്ന് സങ്കല്പിക്കാൻ തന്നെ പ്രയാസം. നിക്കോളാസ് ക്രിസ്റ്റോഫ്, ന്യൂയോർക്ക് ടൈംസ്. വിൽപ്പന വസ്തു കണക്കെ വിൽക്കപ്പെട്ട നുജൂദിനെ പോലുള്ള പെൺകുട്ടികളുടെ ശബ്ദവും സമൂഹത്തിൽ അലയടിക്കാൻ സമയമായി. ഈ ജീവിതകഥ അതിനൊരു ആരംഭം മാത്രം. മറീന നിമാദ്, പ്രിൻസ് ഓഫ് ടെഹ്റാനിൻ്റെ രചയിതാവ്. ഇതൊക്കെയാണ് ഈ പെൺകുട്ടിയെക്കുറിച്ചും ഈ പുസ്തകത്തെക്കുറിച്ചുമൊക്കെ ഇവരൊക്കെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എല്ലാവർക്കും ഇത് പുസ്തകം ലഭ്യമായെന്ന് വരില്ല. ഇനി ലഭ്യമായാൽ തന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ വായിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പം നിങ്ങൾക്ക് കിച്ചണിലൊക്കെ പണിയെടുക്കുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, പ്ലേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കേൾക്കാൻ സാധിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത്തരമൊരു ശ്രമം നടത്തുന്നത് കേട്ടോ. 1-ാമത്തെ അധ്യായത്തിൻ്റെ പേര് കോടതിയിൽ എന്നാണ്. ഏപ്രിൽ 2, 2008. തല ചുറ്റുന്നത് പോലെ ജീവിതത്തിൽ ഒരിക്കലും ഇത്രയധികം ജനങ്ങളെ ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല. കോടതി മുറ്റത്ത് വലിയൊരാൾക്കൂട്ടം. ആളുകൾ എല്ലാ ഭാഗത്തേക്കും തിരക്കിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പുരുഷന്മാർ സ്യൂട്ടും കോട്ടും ടൈയും ധരിച്ചിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിലുമുണ്ട് മഞ്ഞ നിറത്തിലുള്ള ഒരു കൂട്ടം ഫയലുകൾ. ചിലത് കക്ഷത്ത് അടക്കി പിടിച്ചിരിക്കുകയാണ്. പിന്നെ കുറേ പേർ സന്ന ധരിച്ചിരിക്കുന്നു. ഞെരിയാണിയോളം നീണ്ടുകിടക്കുന്ന ഒഴുക്കൻ കുപ്പായം. വടക്കൻ യമനിലെ ഗ്രാമവാസികളുടെ ദേശീയ വേഷമാണ് സന്ന. ഇതിനൊക്കെ പുറമെ കുറെ അധികം സ്ത്രീകളും ബഹളം വെച്ചുകൊണ്ട്, ഉറക്കെ നിലവിളിച്ചുകൊണ്ട്. എനിക്കാണെങ്കിൽ അവരുടെ ഒരു വാക്കുപോലും മനസ്സിലാകുന്നില്ല. അവരുടെ ചുണ്ടനക്കം ശ്രദ്ധിച്ച് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ട്. അതിനെങ്ങനെ? ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന നീണ്ട കറുത്ത കുപ്പായങ്ങൾക്ക് യോജിച്ച നിക്കാബുകൾ കൊണ്ട് മുഖമാകെ മൂടിയിരിക്കുകയല്ലേ. കറുത്ത വട്ടക്കണ്ണുകൾ മാത്രമേ പുറത്തേക്ക് കാണാനുള്ളൂ. അവരെല്ലാവരും വല്ലാതെ ക്ഷോഭിച്ചിരിക്കുന്നു.
ഏതോ ചുഴലിക്കാറ്റിൽ വീടാകെ തകർന്നു തരിപ്പണമായ ഭാവം. ഞാൻ അടുത്തു ചെന്ന് ശ്രദ്ധിക്കുവാൻ ശ്രമിച്ചു. ഏതാനും വാക്കുകളെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ. ശിശു സംരക്ഷണം, നീതി, മനുഷ്യാവകാശം, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വാസ്തവത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. 10 വയസ്സേ ആയിട്ടുള്ളൂ. ശിശു സംരക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ, നീതി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഈ പെൺകുട്ടിക്ക് മനസ്സിലാക്കാനുള്ള പ്രായം പോലും ആയിട്ടില്ല എന്നുള്ളതാണ്. അധികം അകലെയല്ലാതെ ഊക്കൻ ഒരാൾ നിൽക്കുന്നുണ്ട്. വിരിഞ്ഞ ചുമലുകൾ, തലയിൽ അമർത്തി വെച്ചിരിക്കുന്ന തലപ്പാവ് കണ്ണുകൾ വരെ മുട്ടി നിൽക്കുന്നു. ഔദ്യോഗിക രേഖകൾ നിറച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് സഞ്ചി അയാൾ തൂക്കിപ്പിടിച്ചിരിക്കുന്നു. കേൾക്കാൻ സാവകാശം കാട്ടുന്ന സ്ത്രീകളോടായി അയാൾ പറയുന്നു, തൻ്റെ കയ്യിൽ നിന്നും അപഹരിക്കപ്പെട്ട ഭൂമി തിരിച്ചു നേടാനായിട്ടാണ് താൻ വന്നിരിക്കുന്നത് എന്ന്. വിരളി പിടിച്ച ഒരു മുയലിനെ പോലെ അവിടെയൊക്കെ അയാൾ ഓടി നടന്നു. എൻ്റെ മേൽ ഏതാണ്ട് വന്ന് മുട്ടുക തന്നെ ചെയ്തു. കോടതിയിലെ ബഹളമാണ്. കുട്ടിക്കത് എവിടെ വന്നോ എന്താന്നോ പോലും മനസ്സിലാകാത്ത ഇളം പ്രായം. എന്തൊരു ബഹളമാണ്! സനായുടെ ഹൃദയഭാഗത്തുള്ള അൽക്കാർ ചത്വരം പോലെ. വേലയില്ലാത്ത കൂലിപ്പണിക്കാർ അവിടെയാണ് ഒരുമിച്ച് ചേരുക. ഈ സ്ഥലത്തെക്കുറിച്ച് അബ്ബ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ ഓരോരുത്തർക്കും അവനവൻ്റെ കാര്യമാണ്. എല്ലാവർക്കും തിടുക്കം. അതിരാവിലെ തന്നെ അന്നത്തേക്കുള്ള ജോലി നേടിയെടുക്കണം. ആചാരപ്രകാരമുള്ള 5 പ്രാർത്ഥനകളിൽ ആദ്യത്തേതായ അസാസ. പള്ളി ഗോപുരങ്ങളിൽ നിന്ന് വിശ്വാസികളെ പ്രാർത്ഥനയ്ക്കായി മുല്ലമാർ വിളിച്ചു കഴിഞ്ഞിരിക്കും. നിർധനരായ ജനങ്ങൾ, അവർക്കെപ്പോഴും വിശപ്പാണ്. ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് കല്ലാണ്. വിശപ്പ് അതികഠിനമായി കഴിഞ്ഞാൽ പിന്നെ ഹൃദയത്തിലെ ലോലഭാവങ്ങൾക്കൊന്നും സ്ഥാനമില്ല, അല്ലേ? അപ്പോൾ അവരുടെയൊക്കെ ഹൃദയം കഠിനമാണ് എന്ന്. അന്യരുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് ഓർത്തു നിൽക്കാൻ അവർക്ക് നേരമില്ല. എന്നിട്ടും എനിക്ക് മോഹം. ആരെങ്കിലും അരികിൽ വന്ന് എൻ്റെ കൈ ഒന്ന് പിടിച്ചെങ്കിൽ, കനിവോടെ എൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കിയെങ്കിൽ, ആരെങ്കിലും ഒരിക്കലെങ്കിലും എനിക്ക് പറയാനുള്ളത് ഒന്നു കേൾക്കില്ലേ? അദൃശ്യമായ ഒരു വസ്തുവിനെ പോലെയാണ് ഞാൻ ആരുടെയും കണ്ണിൽപ്പെടുന്നില്ല. ഞാൻ അത്രയ്ക്കും ചെറുത്, നിസ്സാരം. അവരുടെ വയററ്റം വരെ പോലും എനിക്ക് ഉയരമില്ല. എനിക്ക് 10 വയസ്സേ ആയിട്ടുള്ളൂ. ഒരു പക്ഷേ അത്രയും കൂടി ആയിട്ടില്ല. ആർക്കറിയാം, അവൾക്ക് 10 വയസ്സായോ എന്നുള്ള നിശ്ചയം പോലും അവൾക്കില്ല. കോടതിയെക്കുറിച്ച് മറ്റൊരു വിധത്തിലായിരുന്നു ഞാൻ സങ്കല്പിച്ചിരുന്നത്. വൃത്തിയും വെടിപ്പുമുള്ള ശാന്തമായ ഒരു സ്ഥലം. തിന്മയ്ക്കെതിരെ നന്മ സദാ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരിടം. ലോകത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താനുള്ള ഒരു സ്ഥാനം. അയൽപക്കക്കാരുടെ ടെലിവിഷനുകളിൽ ഞാൻ ചിലപ്പോഴൊക്കെ കോടതി രംഗങ്ങൾ കണ്ടിട്ടുണ്ട്. നീണ്ട കുപ്പായം ധരിച്ച ന്യായാധിപന്മാർ വിചാരണ നടത്തുന്നതും കണ്ടിട്ടുണ്ട്. ആവശ്യക്കാരെ സഹായിക്കാനുള്ളവരാണ് അവർ എന്ന് പലരും പറഞ്ഞ് അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ എനിക്ക് കണ്ടെത്തണം. എൻ്റെ കഥ മുഴുവൻ പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. വല്ലാത്ത ക്ഷീണം തോന്നുന്നു. മൂടുപടത്തിനുള്ളിൽ എനിക്ക് ചുട്ടുപൊള്ളുന്നു. തലവേദനിക്കുന്നു. ലജ്ജയും തോന്നുന്നുണ്ട്. ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ട കരുത്ത് എനിക്കുണ്ടോ? ഇല്ല. ഉണ്ട്. ഒരുപക്ഷെ ഉണ്ടായിരിക്കും. ഇനി തിരിഞ്ഞോടാൻ വയ്യ. മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ടോ എന്ന് പോലും കുട്ടിക്ക് ബോധ്യമില്ല. ഉണ്ട് എന്നും ഇല്ല എന്നും അവൾ മാറി മറിഞ്ഞുമൊക്കെ ചിന്തിക്കുകയാണ്. പക്ഷെ എന്തായാലും അവൾ ഒരു ഉറച്ച നിലപാടെടുത്തു. ഇനി തിരിഞ്ഞോടാൻ വയ്യ. വച്ച കാല് മുമ്പോട്ട് തന്നെ. അതിനുള്ള സമയം കഴിഞ്ഞു. ഞാൻ തനിയെ പിറുപിറുത്തു. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഘട്ടം കഴിഞ്ഞല്ലോ. ഇനി മുമ്പോട്ട് പോകുക തന്നെ. ഇന്ന് രാവിലെ അച്ഛനമ്മമാരുടെ വീടിൻ്റെ പടിയിറങ്ങി വരുമ്പോൾ ഞാൻ സ്വയം ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. മുകളിൽ പറഞ്ഞ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സന്ദർഭം അതായിരുന്നിരിക്കാം. അച്ഛനമ്മമാരുടെ വീട് വിട്ട് ഈ കുട്ടി ഇറങ്ങിയിരിക്കുകയാണ് നിയമ പോരാട്ടത്തിനായിട്ട്. അപ്പോൾ ഞാൻ സ്വയം ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. നേടേണ്ടത് നേടിയെടുക്കാതെ ഇനി ഞാൻ ഇതിനകത്തേക്ക് കാലെടുത്ത് വയ്ക്കുകയില്ല. പോയി പ്രാതലിനുള്ള റൊട്ടി വാങ്ങിക്കൊണ്ടുവരൂ. യമനിലെ 150 റിയാൽ കയ്യിൽ തന്നുകൊണ്ട് അമ്മ പറഞ്ഞു.
150 യമൻ റിയാൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 75 അമേരിക്കൻ സെന്റ്. പതിവ് പോലെ തവിട്ടു നിറത്തിലുള്ള ചുരുണ്ട മുടി പിൻകുത്തി ഞാൻ ഒതുക്കി വെച്ചു. അതിനു മീതെ കറുത്ത തട്ടമിട്ടു. ദേഹം മുഴുവൻ മറയ്ക്കുന്ന കറുത്ത കുപ്പായവും ധരിച്ചു. വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ എല്ലാ യമാനി സ്ത്രീകളും ഇങ്ങനെയുള്ള വേഷമാണ് അണിയുക. ഭയം കൊണ്ട് തളർന്നും വിറച്ചും ഞാൻ കുറച്ചു ദൂരം നടന്നു. അപ്പോഴേക്കും വീതിയേറിയ പൊതുനിരത്തിലൂടെ പട്ടണത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ചെറിയ ബസ് വന്നു നിന്നു. അതിൽ കയറി ഞാൻ പാതയുടെ അങ്ങേയറ്റത്ത് ചെന്നിറങ്ങി. നല്ല പേടിയുണ്ടായിരുന്നു. എന്നിട്ടും ജീവിതത്തിൽ ആദ്യമായി തനിയെ ഞാൻ ഒരു മഞ്ഞ ടാക്സിക്കുള്ളിൽ കയറിക്കൂടി. ഇപ്പോഴിതാ കോടതി മുറ്റത്തെ അവസാനമില്ലാത്ത കാത്തുനിൽപ്പ്. ആരോടാണ് ഞാൻ വിവരങ്ങൾ പറയേണ്ടത്? തീരെ വിചാരിക്കാതെയാണ് അത് കണ്ടത്. ആ വലിയ കോൺക്രീറ്റ് കെട്ടിടത്തിലെ പ്രധാന മുറിയിലേക്ക് നടക്കുന്ന ചവിട്ടുപടികളിൽ ആൾത്തിരക്കിനിടയിൽ പരിചയം തോന്നിക്കുന്ന ഏതാനും മുഖങ്ങൾ. അവരുടെ കവിളുകളിൽ ചെളിയും പൊടിയും പുരണ്ടിരുന്നു. കാലുകളിൽ പ്ലാസ്റ്റിക് ചെരുപ്പുകൾ. അവർ എന്നെ തന്നെ സൂക്ഷിച്ച് നോക്കി നിൽക്കുകയാണ്. അവരെ കണ്ടപ്പോൾ എൻ്റെ കൊച്ചനുജന്മാരെയാണ് എനിക്ക് ഓർമ്മ വന്നത്. നിങ്ങളുടെ തൂക്കം നോക്കി പറയാം, 10 റിയാൽ തന്നാൽ മതി, അവരിൽ ഒരാൾ പറഞ്ഞു. അവൻ്റെ കയ്യിലിരിക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ ഭാരം നോക്കുന്ന യന്ത്രം അവൻ എൻ്റെ മുമ്പിൽ ആട്ടിക്കാണിച്ചു. ദാ നല്ല ചൂടുള്ള ചായ, കുടിച്ചോളൂ. രണ്ടാമത്തവൻ ആവി പറക്കുന്ന ചായക്കപ്പുകൾ നിറച്ച കുട്ട എൻ്റെ മുമ്പിലേക്ക് നീട്ടി. മൂന്നാമത്തവൻ്റെ കയ്യിൽ കാരറ്റ് ജ്യൂസ് ആയിരുന്നു. ഇപ്പൊ തയ്യാറാക്കിയതാണ്, തരട്ടെ? അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ കണ്ടു ചന്തമുള്ള ഒരു ചെറു പുഞ്ചിരി. അവൻ വലതുകൈ നീട്ടി ചെറിയൊരു ചില്ലറ നാണയത്തിനായി. നന്ദി, ഞാൻ മനസ്സിൽ പറഞ്ഞു. എനിക്ക് തീരെ ദാഹമില്ല. എൻ്റെ മനസ്സിൻ്റെ ഭാരത്തിന് ശരീരത്തിൻ്റെ ഭാരവുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ അവിടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അവർ മനസ്സിലാക്കിയാൽ. കുട്ടിക്ക് വിശപ്പും ദാഹവും ഒന്നുമില്ല. മറ്റു 3 കുട്ടികളെ നമ്മൾ കണ്ടു. അവിടെ വലിയ വിശപ്പുള്ളവരാണ് എന്ന് ആദ്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ ജോലികളിൽ, ബാലവേലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയാണ് നാം കണ്ടത്. ഈ കുട്ടിക്കാകട്ടെ വിശപ്പും ദാഹവും ഒന്നുമില്ല, ഒരേ ഒരു ലക്ഷ്യം മാത്രം. പേടിച്ചും പരിഭ്രമിച്ചും നിസ്സഹായിയായി ഞാൻ നോക്കി നിന്നു. എൻ്റെ മുമ്പിൽ കൂടി തിരക്കിട്ട് നടന്നു നീങ്ങുന്ന മുതിർന്നവരുടെ മുഖങ്ങളിലേക്ക്. നീണ്ട മുഖപടമണിഞ്ഞ സ്ത്രീകൾ. കാഴ്ചയിൽ എല്ലാവരും ഒരുപോലെ തന്നെ. ഏത് ഊരാക്കുടുക്കിലേക്കാണ് ഞാൻ സ്വയം വന്നു ചാടിയിരിക്കുന്നത്? അപ്പോഴാണ് ഞാൻ കണ്ടത്, വെളുത്ത ഷർട്ടും കറുത്ത സ്യൂട്ടും ധരിച്ച ഒരാൾ എൻ്റെ നേരെ നടന്നു വരുന്നു. ഇദ്ദേഹം ജഡ്ജി ആയിരിക്കുമോ അതോ ഒരു വക്കീലോ? ഏതായാലും ഇതൊരവസരമാണ്, ഒന്ന് ശ്രമിച്ചു നോക്കാം. എനിക്ക് ജഡ്ജി അദ്ദേഹത്തിനെ ഒന്ന് കാണണം. ജഡ്ജിയെയോ? ചവിട്ടുപടികൾ കയറി ചെന്നാൽ മതി, അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എൻ്റെ നേരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആ ആൾക്കൂട്ടത്തിൽ അദ്ദേഹം അപ്രത്യക്ഷനായി. ഇനി എന്തു ചെയ്യാൻ? വേറെ വഴി ഒന്നും കാണാനില്ല. മുമ്പിൽ കണ്ട ചവിട്ടുപടികൾ കയറി ചെല്ലുക തന്നെ. സഹായം നേടാനുള്ള ഒരേ ഒരവസരം, ഒരുപക്ഷെ ഒടുവിലത്തെ അവസരം. ആകെ അഴുക്കു പിടിച്ചിരിക്കുന്നു എന്ന് തോന്നി. നാണക്കേടു തന്നെ. ഓരോ പടികളായി കയറി ചെല്ലണം. എൻ്റെ കഥ പറയാനായി ഈ കാണുന്ന മനുഷ്യ സമുദ്രം മുഴുവൻ താണ്ടി ചെല്ലണം. ആഴ്ത്തിരക്കാണെങ്കിൽ ആ വലിയ തളത്തിൻ്റെ വാതിലിനടുത്ത് എത്തുന്തോറും കൂടിക്കൂടി വരുന്നു. വഴിയിൽ ഞാൻ വീണുപോയേനെ. പക്ഷേ കരഞ്ഞ് കണ്ണീരെല്ലാം വറ്റിക്കഴിഞ്ഞിരുന്നു. ആകെ ഒരു തളർച്ച, പാദങ്ങൾക്ക് ഇരുമ്പിൻ്റെ കനം. അവസാനം ഞാൻ ആ മാർബിൾ തളത്തിലേക്ക് കാലെടുത്തു വെച്ചു. താഴെ വീണു പോകരുത്, പ്രത്യേകിച്ചും ഇപ്പോൾ. ഓർക്കണം, 10 വയസ്സായോന്ന് അവൾക്ക് തന്നെ അറിയില്ലാത്ത ഒരു കുട്ടിയാണ് ഇത്രയും വലിയ ജനസമുദ്രത്തിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് കോടതിയിൽ ജഡ്ജിയെ കാണാൻ പോകുന്ന പോക്ക്. ആ വിശപ്പും ദാഹവുമില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. പക്ഷേ അവൾക്ക് ആത്മബലമുണ്ട്, അടരാടാനുള്ള ആ തീവ്രമായ മോഹമുണ്ട്. അതുകൊണ്ട് അവൾ പിടിച്ചു നിൽക്കുകയാണ്, മുന്നോട്ട് പോവുകയാണ്. തളത്തിലെ ചുമരുകൾ വെളുത്തതാണ്, ആശുപത്രിയിലെ ഭിത്തികൾ പോലെ. അതിന്മേൽ അറബി ഭാഷയിൽ പലതും എഴുതി വച്ചിരിക്കുന്നു. പക്ഷേ
എത്ര ശ്രമിച്ചിട്ടും എനിക്ക് വായിക്കാൻ സാധിക്കുന്നില്ല. 2ാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തേണ്ടി വന്നു. അതോടെ എൻ്റെ ജീവിതം ഒരു ദുസ്വപ്നമായി മാറുകയും ചെയ്തു. എൻ്റെ ശരിയായ പേര് നുജൂദ് എന്ന് മാത്രമേ എനിക്ക് എഴുതാൻ അറിയൂ. മറ്റൊന്നും എഴുതാൻ എനിക്ക് വശമില്ല. വല്ലാത്ത നാണക്കേടു തന്നെ. ഞാൻ ചുറ്റും നോക്കി. ഇളംപച്ച യൂണിഫോം ധരിച്ച ഏതാനും പേർ അവിടെ കൂടി നിൽക്കുന്നത് കണ്ടു. കയ്യിൽ ലാത്തിയുണ്ട്. പോലീസുകാരായിരിക്കണം, അതോ പട്ടാളക്കാരോ? ഒരാളുടെ തോളിൽ ഒരു തോക്ക് തൂക്കിയിട്ടിട്ടുണ്ട്. ഞാൻ വിറയ്ക്കാൻ തുടങ്ങി. അവരുടെ കണ്ണിൽപ്പെട്ടാൽ എന്നെ അവർ തടവിലാക്കിയാലോ? വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോന്ന ഒരു ചെറിയ പെൺകുട്ടി. അത് അനുവദനീയമല്ലല്ലോ. പേടിച്ചു വിറച്ച് ഞാൻ അടുത്തു കണ്ട സ്ത്രീയുടെ മൂടുപടത്തിൽ പിടിച്ചു നിന്നു. അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന അപരിചിതയായ സ്ത്രീയുടെ ശ്രദ്ധ ആകർഷിക്കാനുള്ള ഒരു ശ്രമം. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നേരിയ ശബ്ദത്തിൽ ആരോ അടക്കം പറയുന്നു. സാരല്ല നുജൂദ്, നീ ചെറിയൊരു പെൺകുട്ടിയാണ് എന്നത് സത്യം തന്നെ. അതോടൊപ്പം നീ ഒരു സ്ത്രീ കൂടിയാണല്ലോ. ശരിയായ ഒരു സ്ത്രീ. ആ വാസ്തവം അംഗീകരിക്കാൻ നിനക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട് എന്നതും സത്യം. എനിക്ക് ജഡ്ജി അദ്ദേഹത്തിനോട് സംസാരിക്കണം. 2 വലിയ കറുത്ത കണ്ണുകൾ കറുത്ത മൂടുപടത്തിനുള്ളിൽ നിന്ന് അമ്പരപ്പോടെ എന്നെ തറച്ചു നോക്കി. ഞാൻ അരികിൽ ചെന്നു നിന്നത് അവർ കണ്ടിരുന്നില്ല. എന്ത്? എനിക്ക് ജഡ്ജി അദ്ദേഹത്തിനോട് സംസാരിക്കണം. എൻ്റെ വാക്കുകൾ മനസ്സിലാക്കുന്നില്ലെന്ന് അവർ മനഃപൂർവ്വം നടിക്കുകയാണോ? മറ്റുള്ളവരെ പോലെ തന്നെ എന്നെ ഒഴിവാക്കാനുള്ള എളുപ്പവഴി? ഏത് ജഡ്ജിയെയാണ് നിനക്ക് കാണേണ്ടത്? ഏതെങ്കിലും ഒരു ജഡ്ജിയെ കണ്ട് കാര്യം പറയണം, അത്ര തന്നെ. പക്ഷേ ഈ കോടതിയിൽ അനവധി ജഡ്ജിമാരുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ജഡ്ജിയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകുമോ? ആരായാലും വേണ്ടില്ല. എൻ്റെ വാശി. അവർ ഏതാനും നിമിഷം എന്നെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടു നിന്നു. അതോ എൻ്റെ വാക്കുകളിലെ തിടുക്കവും മൂർച്ചയുമാണോ അവരെ ധരിപ്പിച്ചു കളഞ്ഞത്? ഞാൻ ഗ്രാമീണയായ സാധാരണ ഒരു പെൺകുട്ടിയാണ്. എൻ്റെ കുടുംബത്തിന് തലസ്ഥാന നഗരിയിലേക്ക് താമസം മാറ്റേണ്ടി വന്നുവെന്ന് മാത്രം. ഞാൻ എപ്പോഴും അച്ഛൻ്റെയും ജ്യേഷ്ഠന്മാരുടെയും വാക്കുകൾ അനുസരിച്ചാണ് കഴിഞ്ഞു വന്നിട്ടുള്ളത്. എന്നും എല്ലാവരോടും എന്തിനായാലും ശരി, അങ്ങനെ ആവാം എന്ന് പറയാനാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത്. വീട്ടിൽ വളരെ വിനയത്തോടെയും വിധേയത്വത്തോടെയും കഴിഞ്ഞു വന്നിരുന്ന ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ഒറ്റയ്ക്ക് ധീരമായ ഒരു പോരാട്ടത്തിനു വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അവൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും അത്രമാത്രം തീവ്രമായിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ വായിച്ചു തരാം. ഇനി ഞാൻ ഒരു ചാപ്റ്ററേ വായിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. ഇതിന് എത്ര ചാപ്റ്റർ ഉണ്ട് നോക്കട്ടെ. 12 ചാപ്റ്ററാണുള്ളത്. ഒരെണ്ണം ഇന്ന് വായിക്കാം കേട്ടോ. എന്തു സഹായമാണ് നിനക്ക് ഞാൻ ചെയ്തു തരേണ്ടത്? ഒരു പുരുഷ ശബ്ദമാണ് ആ പാതി മയക്കത്തിൽ നിന്നും എന്നെ ഉണർത്തിയത്. അതിമൃദുലമായ ശബ്ദം. എൻ്റെ ശ്രദ്ധ ആകർഷിക്കാനായി ഒച്ച ഉയർത്തുന്നില്ല. അരികിൽ വന്ന് പതുക്കെ വാക്കുകൾ പറയുകയാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അവസാനം ആരോ ഒരാൾ എന്നെ സഹായിക്കാനായി എത്തിയിരിക്കുന്നു. ഞാൻ മുഖം തുടച്ചു. മുമ്പിൽ നിൽക്കുന്ന ആളെ തിരിച്ചറിഞ്ഞു. നീണ്ടു നിവർന്ന് മീശ വെച്ച ജഡ്ജി. മുറിയിലെ തിരക്കൊഴിഞ്ഞിരിക്കുന്നു. എന്നെ ഉറ്റുനോക്കിയിരിക്കുന്ന കണ്ണുകളൊന്നും ഇപ്പോൾ അവിടെയില്ല. മുറി ഏതാണ്ട് ശൂന്യം. ഇതുവരെയായി ഞാൻ മറുപടി ഒന്നും പറയുകയുണ്ടായില്ല. അതുകൊണ്ടാകാം അദ്ദേഹം വീണ്ടും ചോദിച്ചു, എന്താണ് കുട്ടിക്ക് വേണ്ടത്? ഇത്തവണ ഞാൻ വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞു. എനിക്ക് വിവാഹമോചനം വേണം. 1-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി കാണുമല്ലോ. 10 വയസ്സിൽ പ്രായം അല്ലെങ്കിൽ അതിൽ താഴെ മാത്രം പ്രായമുള്ള ഈ കുട്ടി വിവാഹിതയാണ്. അവൾ അതിനോടകം തന്നെ വിവാഹമോചനം വേണമെന്ന് ശഠിക്കാൻ മാത്രം അല്ലെങ്കിൽ ഉറച്ച തീരുമാനം എടുക്കാൻ മാത്രമുള്ള കാര്യങ്ങളാണ് അവളുടെ വിവാഹ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്.
അതെന്താണ് എന്ന് വരും ദിവസങ്ങളിൽ ഇനി മറ്റ് വീഡിയോകളിൽ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് ബാക്കി കൂടി വായിച്ചു കേൾക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഞാൻ തീർച്ചയായും വായിച്ചു കേൾപ്പിക്കാം.